Warning: Medical content. This video contains graphic content of a live cataract surgery. Viewer discretion is advised. The footage is intended for educational purposes only and may not be suitable for all audiences. If you are sensitive to surgical procedures, blood, or medical visuals, please do not proceed. മുന്നറിയിപ്പ്. ഈ വീഡിയോയിൽ ഒരു തത്സമയ തിമിര ശസ്ത്രക്രിയയുടെ ഗ്രാഫിക് ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നു. കാഴ്ചക്കാരന്റെ വിവേചനാധികാരം ശുപാർശ ചെയ്യുന്നു. ഈ ഫൂട്ടേജ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇത് അനുയോജ്യമാകണമെന്നില്ല. ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ, രക്തം അല്ലെങ്കിൽ മെഡിക്കൽ ദൃശ്യങ്ങൾ എന്നിവയോട് നിങ്ങൾക്ക് സംവേദനക്ഷമതയുണ്ടെങ്കിൽ ദയവായി മുന്നോട്ടു പോകരുത്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഹൗ ആർ യു ഓൾ? അതായത് ഞാൻ ഷംലി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബേബി എല്ലാവരും കൂടി ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഈ സ്ഥലത്തോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് ടൂറ് പോകണത് അല്ലെങ്കിൽ കല്യാണത്തിന് പോകണമെന്നല്ലേ. ശരിക്കും നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കന്നാശുപത്രി. ഞങ്ങൾ സാധാരണ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് പോവാറ്. ഈ സർജറിയും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, ഇതേ കണക്ക് ഹാപ്പി മൂഡിലാണ് പോവാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി ചെയ്യുന്ന ആ പേഷ്യൻറ്റിനെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചിട്ട് വറീഡാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നിട്ടാ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണിന് ഇത് ഇടത് കണ്ണേ, രണ്ട് കണ്ണിനും തിമിരണ്ട്. അത് ഇന്ന് ഇടത് കണ്ണിനുള്ളത് പോവാണ്. അപ്പൊ ഞങ്ങളും കൂടാണ്. വെറുതെ വീട്ടിൽ കണ്ടല്ലോ ഉള്ളതുകൊണ്ട് ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ശബയുണ്ട്. ശബനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തട്ടും. ഇവിടെ ഒന്നും ഇപ്പൊക്കെ ഗൾഫിലാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ ഡാഡിക്കുള്ള കാണിച്ചതാ. ഡാഡിക്കുള്ള ഇത് വരുന്നു. വരൂ പുതുമണവാളം വരൂ. ഇത് പന നിക്കാണല്ലോ, നിക്കാനെ വേണപ്പാ. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാലല്ലേ, ഇപ്പൊ ഇല്ലല്ലോ തൽക്കാലം. സ്വത്ത് മുതലൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തിമിരം എല്ലാം കിട്ടിക്കോളും. അല്ലേ ഈ തിമിരം വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഒരു സർജറി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ണിങ്ങനെ അടച്ചിട്ട് ഈ കൊള്ളക്കാർ വരുന്ന മാതിരി വരുന്നത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞാൻ. ഷേബ ഈ ഫുൾ ടീം ഇറങ്ങി പുറപ്പെട്ടെങ്കിട്ടാ. ഇന്ന് കൊള്ളക്കാർ വരുന്നവര് ആ പാച്ചൊക്കെ വെച്ചിട്ട് വരും. ഇപ്പൊ കറുത്ത സാധനം നിനക്ക് അടിച്ചുകൂടായിരുന്നാ? അടിച്ചിട്ട് നമുക്ക് ഇവിടെ കൊലായ്മ അതടിച്ചിട്ട് കൊലായിൽ കൊടുത്തിട്ട് നമുക്ക് ഇരുത്താളെ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എന്താ പറയുക, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. 10:15 10:15 എന്നാണ് പറയുന്നത്. 10:15. ഇനി നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതുണ്ട്. 10:30 ആകുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ സ്വന്തം തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന റൈഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്ററിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെയുള്ള ഡോക്ടർ നവീനാണ് ഉപ്പയുടെ സർജറി ലീഡ് ചെയ്യുന്നത്. അവിടെ എത്തിയതിനു ശേഷം പ്രീ സർജറി പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഉപ്പാനെ മുകൾ നിലയിലുള്ള ഒരു റൂമിലോട്ട് കൊണ്ടുപോയി. അതിന് തൊട്ടു പുറകെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിലെ കൗൺസിലറെ കാണാനുണ്ടായിരുന്നു.
അവരുടെ അടുത്ത് നിന്നൊരു ലോങ് ബ്രീഫിംഗ്, അതായത് സർജറിക്ക് ശേഷം എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്, ഇൻഫെക്ഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവർ നമുക്ക് പറഞ്ഞു തന്നു. മുഹമ്മദ് കുട്ടിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. ഓക്കെ. ഉപ്പാക്ക് ഇവിടെ കാണിച്ചപ്പോഴേ 2 കണ്ടും തിമിരത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് കാഴ്ചമങ്ങലിന് കാരണം. 2ലും കാറ്ററാക്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഷുഗർ കുറച്ച് കൂടുതലുണ്ട് അല്ലേ? ഷുഗറിന്റെ പ്രശ്നം ഞരമ്പിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്നത്തെ കേസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഷുഗർ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടെന്ന്. അതെ. ആ ഒരു ട്രീറ്റ്മെന്റും ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റും. നമുക്ക് കാറ്ററാക്ട് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ ലെൻസ് ഉണ്ട് കണ്ണിനുള്ളിൽ, അത് ഒപ്പേക്കായി പോവാ, കട്ടി കൂടി പോകുന്ന ഒരു അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ തിമിരം റിമൂവ് ചെയ്തതിന് ശേഷം ഞരമ്പ് നോക്കും, എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഞരമ്പിന്റെ ഡോക്ടർ ഉണ്ട്, റെറ്റിന സ്പെഷ്യലിസ്റ്റ്, സാർക്ക് ഫോർവേഡ് ചെയ്യാണ് ചെയ്യാം കേട്ടോ. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു. നേരെ പോയത് കുറച്ച് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സർജറിക്ക് മുമ്പായിട്ടുള്ള കൺസെന്റ് ഉണ്ടല്ലോ, അത് സൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പറഞ്ഞയച്ചു. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടി. ആരാന്നറിയണ്ടേ? മുന്നയുടെ ഉപ്പയും ഉമ്മയും അവിടെ ഉണ്ടായിരുന്നു. മുന്നയുടെ ഉപ്പാന്റെ ഉമ്മാക്കൊരു സർജറി ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ തിമിരത്തിന്റെ ഒരു സർജറി. അപ്പൊ അതിനും വേണ്ടിയിട്ടായിരുന്നു അവരവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ അവിടെ നിന്ന് കാണാൻ പറ്റി. എന്താ പരിപാടി? സർജറി എന്നും പറഞ്ഞു വന്നിട്ട് കടലാക്രമണം. ഇവിടെ നെസ്സിന്റെ കയ്യിലെന്താണ് 2 പേര് കടല പിടിക്കണ്. എല്ലാ കുട്ടിയെ വേഫേഴ്സാ നല്ല ആൾക്കാര്. സാധാരണ സർജറിക്ക് മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പതിവ് എല്ലാവരും. നിങ്ങൾ കടലയും കുറിച്ചോണ്ടിരിക്കണം. ഈ സെറ്റപ്പ് VIP മാത്രമേ ഉള്ളൂ. എന്താണ് VIP എന്തോ കുഴപ്പം? VIP സെറ്റപ്പ് അല്ലേ? എന്താണ് VIP കുഴപ്പം? ഭയങ്കര ചൂട്. ചോറ് നമ്മളിവിടുന്ന് പുറത്താക്കും. ഇവളോട് മിണ്ടാതിരിക്കാൻ മതി. ഇങ്ങനെ സംസാരിക്കാൻ മതിയോ? ഇങ്ങനെ മതി. പറഞ്ഞോളൂ. എന്താണ് ഞാൻ ചോദിച്ചപ്പോഴും? എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി അതെ. എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇപ്പോ സർജറി കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. അതിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടയച്ചതിന് ശേഷം ഡോക്ടർ കാണും. ഡോക്ടർ മെഡിസിന് കണ്ടിന്യൂറ്റി ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കലോ? അത് കഴിഞ്ഞിട്ട് കഴിക്കും.
നിങ്ങൾ കൊണ്ടുതരുമോ? ഇപ്പൊ റൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിക്കാം. അല്ല, ഫുഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കൊണ്ടുതരുമോ? ഞാൻ ചോദിച്ചത് അഥവാ ബിരിയാണി വല്ലതും കൊടുത്ത് കഴിച്ചിട്ട് പോകുന്നത് ഒക്കെ ഒരു 1.5 hour നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാണ്, ഈ പ്രൊസീജിയർ സിമ്പിളാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ കുറെ ദിവസങ്ങളോ മണിക്കൂറുകളോ ഒന്നും ഹോസ്പിറ്റൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വരിക, പ്രൊസീജിയറിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആണ്. ഇതിന് ശേഷം നമുക്കൊരു 1 hour to 2 hour അല്ലെ മാക്സിമം ആ ഒരു പീരീഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ കെട്ടായിരിക്കും. പിന്നെ അതിന് ശേഷം എന്താണ് തരുന്നത്? ഗ്ലാസ് ഉണ്ടോ? ഐ ഗ്ലാസ് ഉണ്ടോ? പ്രൊട്ടക്റ്റീവായിട്ട് എന്താണ് UV പ്രൊട്ടക്ഷൻ ആണ്? എന്താണത്? അത് ഈ ഡസ്റ്റ് ഓക്കെ. അപ്പൊ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഡസ്റ്റ് ഇങ്ങനത്തെയുള്ള അതൊക്കെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഷംലി ബാക്കിൽ എന്ന് പറയുന്നത് കത്തിയടിച്ച് ചെയ്യുന്നു. Thank you for your time. ഷംലി ഇവിടുന്ന് മറ്റേ ഷംലി ന്യൂസ് റീഡറാണ്. ഇവിടുത്തെ ഇൻഫർമേഷൻസ് അതെ ഞങ്ങള് പോലും അറിയുന്നതിന് മുന്നേ ഷംലി ഞങ്ങളെ ഇൻഫർമേഷൻസ് അങ്ങോട്ട് പാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കമ്പി തപാൽ. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, സ്വപ്നക്കൂട് എന്നാണ് പേര്. നമ്മളെ ഫാമിലി എല്ലാരും കൂടെ ഷമീമ എല്ലാരും കൂടെ ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് ഇട്ട് കൊടുത്തോണ്ട് ഷംലിയെ അതില് ഇങ്ങനെ നമ്മൾക്ക് പിന്നെ എന്താ പറയാ ഈ ഇതേപോലുള്ള ഗ്രൂപ്പ് എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ലേ? പക്ഷെ ചില ഗ്രൂപ്പുകൾ ഉണങ്ങി. പക്ഷെ അതല്ല, ഈ ഗ്രൂപ്പ് ഓരോ ഫാമിലി ഗ്രൂപ്പുകൾക്കും നല്ലൊരു അടിപൊളി പേരുണ്ടാവും. ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര് സ്വപ്നക്കൂട് എന്നാട്ടാ. നിങ്ങളൊക്കെ ഗ്രൂപ്പിന്റെ പേരൊന്ന് പറയാവോ? താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങളൊക്കെ ഗ്രൂപ്പിന്റെ പേരെന്താന്ന്. പിന്നെ ഗ്രൂപ്പ് എങ്ങനെയുള്ളതെന്ന് കൂടി ഒന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് കുറേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആകെ 2 ഗ്രൂപ്പ് ആക്റ്റീവ് ഉള്ളൂ. ഒന്ന് നമ്മളെ വിടുത്തതും പിന്നെ ഞങ്ങളെ വീട്ടിൽ ബാക്കിയൊക്കെ ഉണങ്ങി. നിങ്ങളെ വീട്ടിലത്തെ ഗ്രൂപ്പിന് വരുന്ന KC ഫാമിലി. അയ്യേ തൊട്ടി പേര്. നിന്റെ വീട്ടിലത്തെ ഗ്രൂപ്പിന്റെ വരുന്ന പേര് അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി എന്നുള്ളൂ. അയ്യേ അതും പോയി. ടേസ്റ്റ് ഉണ്ടാ? ഇപ്പൊ കണ്ണ് പൂട്ടല്ലേ, കണ്ണ് താഴേക്കൊക്കല്ലേ? പണ്ട് കുട്ടികളായിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചോറ് വാരി തരില്ലേ? അപ്പൊ ഈ ചോറ് വാരി തരുന്നുണ്ടെങ്കിൽ ആ ചോറ് വാരി തരുന്നാണെങ്കിൽ അവരെ വായ അങ്ങനെ ആവും. എപ്പോഴും നെസ്സിന്റെ തോന്നുന്നുണ്ട്. എല്ലക്കുട്ടി കൊടുക്കുമ്പോ നെസ്സിയോ ഷംലിയെ ഇപ്പകില്ലേ, ഇൻ കേസ് കല്യാണകാര്യം പുതിയത് എന്തെങ്കിലും ശരിയായാല് ഈ കൈ പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് പ്രായമാണ്, കൈ പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് പിടിക്കരുത് എന്നോട്. അൽഹംദുലില്ലാ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പാന്റെ സർജറി ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ അതാ ഫൈനലായിട്ട് ഒന്നുകൂടെ ഡോക്ടർ ഉപ്പാന്റെ കണ്ണൊന്ന് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നമ്മളെടുത്ത് ഡോക്ടർ പറഞ്ഞു തരുവേ. തിങ്കളാഴ്ച ഞാനൊന്ന് കാണുന്നുണ്ട്. 5 ദിവസം അടുപ്പിച്ച് ഡ്രോപ്സ് ഇതേ ലെവൽ തന്നെ എത്തിച്ചാൽ കുറയ്ക്കൊന്നും ചെയ്യണ്ട. പിന്നെ ബാക്കി കാര്യമായിട്ട് റെസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഡ്രോപ്സ് എത്തിക്കുന്ന കാര്യത്തിൽ മാത്രം കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ TV കാണുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നാളെ മുതൽ എല്ലാം തുടങ്ങാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇനിയൊരു ഗ്ലാസ്സും കൂടി ആവശ്യമുണ്ട്. ആ ഗ്ലാസിൻ്റെ കുറവ് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഫോൺ നോക്കുമ്പോൾ ആക്ച്വലി ഗ്ലാസ് വേണം. അപ്പോൾ പഴയതുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഈ ഗ്ലാസ് ഇപ്പോൾ യൂസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യാം. 5 ദിവസത്തേക്കൊന്നും ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാം നോർമലായിട്ട് ചെയ്യാം. കഴിക്കുന്ന കാര്യത്തിൽ അതിനൊന്നും ഇഷ്യൂ ഇല്ല. അപ്പോൾ നോർമലായിട്ട് ചെയ്യാം.
സർജറിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്താവും ഏതാവും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേയൊക്കെ കോമഡി അടിച്ച് ആളെ കൂളാക്കിയത് കൊണ്ട് തന്നെ സർജറിക്ക് വേണ്ടി കയറുമ്പോൾ കുറേയൊക്കെ ആൾ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി ഇത് വലിയ സംഭവം ഒന്നല്ല, സംഭവം സിമ്പിളാണെന്ന്. അതുകൊണ്ട് തന്നെ റൂമിൽ വന്നപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എടുത്ത് പറഞ്ഞത് നമുക്ക് മറ്റേ കണ്ണുകൂടെ എന്ത് തന്നെ ചെയ്താലോ എന്നാ. കാരണം അത്രയും സിമ്പിളാണെന്നുള്ളത് ഉപ്പാക്ക് മനസ്സിലായി. ആൾ നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെക്കപ്പിന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും അടുത്ത കണ്ണിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതിന് വേണ്ടി നമ്മൾ വരണം. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വാ ഒരു സാധനം കാണിച്ചതാ. കർഷകൻ ഇങ്ങനെ നടന്നോ? കുഞ്ഞോന് കോർപ്പറേറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളാണത്രേ. ഞാൻ കർഷകൻ, കോർപ്പറേറ്റിന്റെ ഭാര്യ. കുഞ്ഞോനും ചിഞ്ചും കൂടി എടുക്കാൻ പോന്ന് കറങ്ങാൻ പോവല്ലേ? വരി പോവാ, തെറ്റി പോവാ, തെറ്റി പോണെങ്കിൽ നമുക്ക് തെറ്റിപ്പിക്ക. ഐഡിയകള് ഞാൻ പറഞ്ഞുതരാ, ഇഷ്ടം പോലെ ഐഡിയകളുണ്ട്. നമ്മളില്ലേ, നമ്മളെ വീട്ടില് ചക്ക ഇല്ലാന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചക്ക കൊടുന്നില്ലേ, ആ കാണു നോക്കി. ചക്ക തലയിൽ വീണ് യുവാവല്ലേ വൃദ്ധൻ ചക്ക തലയിൽ വീണ് തട്ടിപ്പോയി എന്നറിഞ്ഞത് മധ്യവയസ്കനാണ്. അപ്പൊ ഈ മധ്യവയസ്കായില്ലേ? നിങ്ങളുടെ വാഴത്തോട്ടം ഞങ്ങളുടെ അയൽവാസിയുടെ വാഴത്തോട്ടം. ഇവിടെ കയറി വാഴക്കൊല മോഷ്ടിച്ചാലോ? ഇവിടുത്തെ താത്തയാണ് കേട്ടോ. യെസ്, ഈ ഷംലി വാഴക്കൊല മോഷ്ടിക്കുന്നതിൽ വിദഗ്ധയാണ്. ഷംലി, നീ എങ്ങനെയാണ് വാഴക്കൊല മോഷ്ടിക്കാറ്? അതെന്താണ് ഇഷ്ടല്ല. You don't like banana? Yeah. Why? But why? Come on, where is the katti? Oh my god. ആദ്യം എന്ത് ഇവിടെ ആദ്യല്ലേ റെക്കോർഡല്ലത്. ആദ്യം എന്ത് ചെയ്യേണ്ടി അറിയോ? ആദ്യം നമുക്ക് പിന്നെ നമ്മളെ ആരാണ് സീന നസീർ, നമ്മളെ സീന നസീർ താത്ത പറഞ്ഞനുസരിച്ച് ഞാനൊരു മൈക്ക എൻ്റെ കൂടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്രയും വലിയ എത്ര കിലോ ഉണ്ടാവും ഷംലി ഈ ചക്ക? ആർക്കെങ്കിലും എനി ഗസ്? ചക്ക ഇറക്കുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടാ. മിക്കവാറും പാളാനാണ് സാധ്യത. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. പുറത്തോട്ടല്ലല്ലോ, എത്തൂല, ഒലിക്കൊല്ല. അതിനല്ല ഞാൻ ഈ സാധനം വെച്ചിട്ടുള്ളത്. ടീഷർട്ടിലോട്ട് ഒഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ആദ്യം ഒരു ചക്ക, 2 ചക്ക കൂടി തലയിലേറ്റ് ഞാനാ ഭീമസേനാ. ഭീമസേനൻ ഞാനൊന്നും പറയുന്നില്ല, കറ്റാണ് എന്റെ കയ്യിലിരിക്കുന്നേ. കർഷക കുടുംബാണ്, പാവപ്പെട്ട കർഷക കുടുംബാണ്. വല്ലതും തന്നു സഹായിക്കണം. കുട്ടിനോടില്ലേ, കുട്ടി വലുതാകുമ്പോ കുട്ടിനോട് പറയാ, ഞങ്ങള് പണ്ട് ചക്കയും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് അത് ഭക്ഷിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഇത് ഈ വീട്
ഈ വീഡിയോ കാണിച്ചു കൊടുക്കും ചെയ്യുക. ആ കാലഘട്ടത്തിലോട്ട് എനിക്ക് തിരിച്ചു പോകണം ഷംലി. മറ്റുള്ള വീഡിയോയും കാണും. എന്താ നീ മറ്റുള്ള വീഡിയോ എന്ന് ഉദ്ദേശിച്ചത്? എനിക്കില്ലേ വാരി വലിച്ചിട്ട് ചിക്കനും മട്ടനും അത് ഞാനല്ല, എനിക്ക് ഈ പഴയ കാലഘട്ടം ഇല്ലേ, ചക്കയും മാങ്ങയും മൈനിച്ചക്കയും വാഴക്കൊലയും, അതെന്താ പിന്നെ ആ കാലഘട്ടത്തിലോട്ട് എനിക്ക് പോകണം. ചക്ക